എമ്പുരാൻ എന്ന സിനിമയുടെ മഹാവിജയത്തിലും കയ്യകലത്തിൽ തെന്നിപ്പോയ ആ റെക്കോർഡ് മലയാളത്തിന്റെ ഒറ്റയാൻ ഇങ്ങെടുത്തിരിക്കുകയാണ്. മലയാളത്തിന്റെ പുതിയ ഇൻഡസ്ട്രി അതെ തുടരും ബീറ്റ് ചെയ്തിരിക്കുന്നത് 2018 എന്ന ചിത്രത്തെയാണ്. അങ്ങനെ ഹയസ്റ്റ് ഗ്രോസിംഗ് മൂവിയായി കേരള ബോക്സ് ഓഫീസിൽ തുടരും മാറിക്കഴിഞ്ഞു. ഈ കാര്യങ്ങൾ അറിയിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം തന്നെ ആശീർവാദ് സിനിമാസ് എത്തിയത്. ഇനി റെക്കോർഡുകളൊന്നും ബാക്കിയില്ല, എല്ലാം തൂത്തുവാരി ഒരേ ഒരു പേര് മോഹൻലാൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ എത്തിയത്. ഇനി ഏതാണ് റെക്കോർഡ്? ഒന്നുമില്ല. ഹയസ്റ്റ് റെസ്റ്റ് ഓഫ് ഇന്ത്യ ഒഴികെ ബാക്കി എല്ലാ റെക്കോർഡുകളും സ്വന്തം പേരിൽ ആക്കിയിരിക്കുകയാണ് മോഹൻലാൽ. ഇപ്പോൾ മലയാളം കണ്ട ഏറ്റവും വലിയ നടനും താരവുമല്ലേ, അപ്പോൾ അങ്ങനെയല്ലേ പാടുള്ളൂ. ഈ 65-ാം വയസ്സിലും പേരിന് പോലും എതിര് നിൽക്കാൻ ഒരാളില്ലാതെ അയാൾ തന്റെ ഇൻഡസ്ട്രിയിൽ ഒറ്റയ്ക്ക് ഡോമിനേറ്റ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരാധകർ ഇന്നേ ദിവസം സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നതും. വരാൻ പോകുന്ന ദിവസങ്ങളിലെ അഡ്വാൻസ് സെയിലുകൾ പോലും കൂട്ടിയാൽ ഈ ഒരു സംഖ്യ മറികടന്നു എന്ന് പറയാൻ നമുക്ക് കഴിയും. കഴിഞ്ഞ ദിവസം തുടരുമെന്ന ചിത്രത്തിന്റെ 15-ാം ദിവസം 2.85 കോടിയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം നേടിയത്. പുതിയ സിനിമകൾ ഇറങ്ങിയെങ്കിലും അവയ്ക്കൊന്നും തുടരുമെന്ന ചിത്രത്തെ മറികടക്കാൻ കഴിഞ്ഞിട്ടുമില്ല കളക്ഷനിൽ. ഇന്നേ ദിവസം അഡ്വാൻസ് സെയിലൂടെ തന്നെ 1.70 കോടി നേടിയെന്നുള്ള റിപ്പോർട്ടുകളും വന്നിരുന്നു. അതുപോലെ തന്നെയാണ് ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ തിയേറ്ററിൽ കാണുന്നതും തുടരുമെന്ന ചിത്രം തന്നെയാണ്. മറ്റ് ചിത്രങ്ങൾക്ക് പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയെങ്കിലും സമീപകാലത്തെ തിരിച്ചടികൾക്ക് തുടർച്ചയായ ഹിറ്റുകളിലൂടെ മോഹൻലാൽ മറുപടി കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ റിലീസ് ചെയ്ത എമ്പുരാൻ, തുടരും എന്നീ സിനിമകൾ കേരള ബോക്സ് ഓഫീസിലും ആഗോളതലത്തിലും മലയാള സിനിമയിലെ റെക്കോർഡുകൾ തിരുത്തിക്കുറിക്കുകയാണ്. ഇതോടെ മോഹൻലാൽ തന്റെ ബോക്സ് ഓഫീസ് പവർ കാണിച്ചതിന്റെ ആവേശത്തിലാണ് ആരാധകരും. മാർച്ച് 27-നായിരുന്നു മോഹൻലാൽ നായകനായ എമ്പുരാൻ റിലീസ് ചെയ്തത്. ഈ ചിത്രം ആഗോളതലത്തിൽ മലയാളത്തിലെ ടോപ്പ് ഗ്രോസറും ഏറ്റവും അധികം ബിസിനസ് നേടിയ ചിത്രവുമായി മാറി. പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എമ്പുരാൻ ആദ്യ ദിനത്തിൽ 67 കോടിയിലധികം നേടി. 48 മണിക്കൂർ പിന്നീട് മുന്നേ ആഗോളതലത്തിൽ 100 കോടി ക്ലബിലെത്തിയ സിനിമ 5 ദിവസം കൊണ്ട് ആഗോളതലത്തിൽ 200 കോടി ക്ലബിലും ഇടം പിടിച്ചു. 30 ദിവസം കൊണ്ട് 325 കോടിയാണ് എമ്പുരാന്റെ ആഗോള ബിസിനസ് നേട്ടം. അങ്ങനെ മലയാള സിനിമയ്ക്ക് സ്വപ്നതുല്യമായ നേട്ടങ്ങളുമായാണ് ചിത്രം തിയേറ്ററുകൾ വിട്ടത്. എന്നാൽ റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ചുള്ള ആ ജൈത്രയാത്രയ്ക്കിടയിൽ എമ്പുരാന് കേരള ബോക്സ് ഓഫീസിൽ മാത്രം റെക്കോർഡ് സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല. കേരള ബോക്സ് ഓഫീസിൽ നിന്നും 87 കോടി മാത്രമാണ് സിനിമയ്ക്ക് നേടാൻ സാധിച്ചത്. ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത 2018 എന്ന സിനിമ 89 കോടിയുമായി കേരള ബോക്സ് ഓഫീസിൽ മുന്നിൽ തന്നെ നിന്നു. ഏപ്രിൽ മാസത്തിൽ പുറത്തിറങ്ങിയ തുടരും എന്ന സിനിമയുടെ മോഹൻലാൽ ഒരിക്കലും ഈ റെക്കോർഡ് മറികടക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. എന്നാൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. ആ റെക്കോർഡും തന്റെ പേരിലേക്ക് ആക്കിയെടുത്തു. ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 100 കോടി ഗ്രോസ് നേടിയതായി അണിയറ പ്രവർത്തകർ കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയിച്ചിരുന്നു. എന്നാൽ ട്രാക്കിംഗ് റിപ്പോർട്ടുകളിൽ 100 കോടി എത്തിയില്ലായിരുന്നു. 100 കോടി അവരുടെ കണക്ക് പറയുമ്പോൾ OTTയും സാറ്റലൈറ്റും ഒക്കെ പെടുന്ന രീതിയിലാണ് കണക്കുകൾ വന്നത്. എന്നാൽ തിയേറ്ററിൽ നിന്നും മാത്രം കളക്ട് ചെയ്ത ട്രാക്കർമാരുടെ റിപ്പോർട്ട് അനുസരിച്ച് അത് മറികടന്നു എന്നതാണ് ഇന്നേ ദിവസം പറയാനുള്ളതും. 2 മാസങ്ങൾക്കിടയിൽ മലയാള സിനിമയിലെ പല റെക്കോർഡുകളും മോഹൻലാൽ തന്റെ പേരിലാക്കിയതിന്റെ ആഘോഷം ആരാധകർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടത്തിയാണിപ്പോൾ. ഈ റെക്കോർഡ് എന്ന് പറയുന്നത് വെറുതെ ഒന്നുമല്ല. ഓരോ ഡെക്കേഡിലും മോഹൻലാൽ തീർക്കുന്ന റെക്കോർഡ് ശരിക്കും ഞെട്ടിപ്പിക്കുന്നതാണ്. ഇത് ഇന്നും ഇന്നലെയും ഒന്നും തുടങ്ങിയതുമല്ല. മോഹൻലാൽ ഇൻഡസ്ട്രി ഹിറ്റ് കേരളത്തിന് സമ്മാനിക്കുന്നത് 1980, 90, 2000, 2010, 2020 അങ്ങനെ ഒരു 5 ഡെക്കേഡ് എന്നതാണ് ട്രാക്കർമാർ എണ്ണി പറഞ്ഞുകൊണ്ടെത്തുന്നത്. തുടർച്ചയായ 5 പതിറ്റാണ്ടുകളിലാണ് മോഹൻലാൽ ഈ റെക്കോർഡ് നിലനിർത്തി പോകുന്നത്. തുടരും എന്ന സിനിമയിലൂടെ എത്തിയപ്പോൾ അതും പൂർത്തിയായി. അങ്ങനെ ഓൾ ടൈം ബ്ലോക്ക് ബാസ്റ്റർ ഈ വർഷം തന്നെ 2 മോഹൻലാൽ തന്റെ പേരിൽ ആക്കിയിരിക്കുന്നു. മോഹൻലാൽ ഒറ്റയ്ക്ക് നിന്ന് മോളിവുഡിനെ ടോപ്പിലെത്തിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് അതിശയമൊന്നുമല്ല. അത് തന്നെയാണ് നടക്കുന്നത്. ആ ചരിഞ്ഞ തോളിൽ കയറി മോളിവുഡ് ടോപ്പിലേക്ക് കുതിക്കുന്നു എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു.